ഓക്കെ, ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ FIR ഫിൽട്ടർ ഡിസൈൻ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. ഇപ്പോൾ FIR ഫിൽട്ടർ ഡിസൈനിൽ ആദ്യം FIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഇപ്പൊ ഈ ഫിഗർ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഒരു ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരു സാമ്പിൾ ആയിട്ടുണ്ടാവും, ഒരു ഡിസ്ക്രിറ്റ് സാമ്പിൾ ആയിട്ട് ഇങ്ങനെ 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 പോയി. അപ്പൊ അതിനകത്ത് ഒരു സാമ്പിൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതൊരു ഇമ്പൾസ് സിഗ്നലാണ്. അങ്ങനെ ട്രെയിൻ ഓഫ് ഇമ്പൾസസ് ഉള്ളത് കൊണ്ടാണ് ഇതിക്ക് പേര് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് നമ്മൾ വിളിക്കുന്നത് HN എന്നാ പറയുന്നത്. സോ HN എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, ഇമ്പൾസ് റെസ്പോൺസ്. സോ അപ്പൊ ഈ പറഞ്ഞ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു സാമ്പിൾ, ഇത് ഫൈനൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 10 എണ്ണം മാത്രമേ ഉള്ളൂ, ഒരു 5 എണ്ണം മാത്രമേ ഉള്ളൂ, ഒരു 100 എണ്ണം മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ അതിക്ക് പേര് ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആള് അതിക്ക് പേര് ഇൻഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. ഇങ്ങനെ ഡാട്ട ആയിട്ടിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, ഇൻഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. ആദ്യം ഈ FIR ഫിൽറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ഇൻഹെറന്റ്ലി സ്റ്റേബിൾ ആയിരിക്കും, എപ്പോഴും സ്റ്റേബിൾ റെസ്പോൺസ് ആയിരിക്കും. രണ്ടാമത്തെ ലീനിയർ ഫേസ് ആയിരിക്കും. ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഹെറന്റ്ലി സ്റ്റേബിളും ലീനിയർ ഫേസ്. ലീനിയർ ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലീനിയർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫേസ് റെസ്പോൺസ് വേരീസ് ലീനിയർലി വിത്ത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി അനുസരിച്ച് ഫേസ് ലീനിയർ ആയിരിക്കും എന്നാ പറയുന്നത്. വേരിയാവുന്ന ഫ്രീക്വൻസി, വേരിയാവുന്ന ഫേസ് ഫ്രീക്വൻസി അനുസരിച്ച് ലീനിയർ ആയിരിക്കും. എൻഷുറിങ് എ കോൺസ്റ്റന്റ് ഗ്രൂപ്പ് ഡിലേ വേർ ഓൾ ഫ്രീക്വൻസി കോമ്പണൻസ് ആർ ഡിലേഡ് ഈക്വലി. ഓരോരോ ഫേസിലുള്ള ഫ്രീക്വൻസി കോമ്പണൻസും ഈക്വൽ ആയിട്ട് ഡിലേ ആയിട്ടുണ്ടാവും എന്നാ പറയുന്നത്. ഈക്വലി ഡിലേഡ് ആയിരിക്കും. ഓക്കെ, അതാണ് കോൺസ്റ്റന്റ് ഗ്രൂപ്പ് ഡിലേ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ ലീനിയർ ഫേസിനെ എന്താണെന്ന് പാർട്ട് എയില് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് FIR ഫിൽറ്റർ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൊത്തമായിട്ട് എഴുതണം, ഇൻഹെറന്റ്ലി സ്റ്റേബിൾ എന്ന് പറഞ്ഞ് എഴുതണം, ലീനിയർ ഫേസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇതായിട്ട് എഴുതണം കേട്ടോ. അടുത്ത് ഒരു FIR ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഏത് ഫിൽറ്റർ ആയാലും, FIR ആയിക്കോട്ടെ IIR ആയിക്കോട്ടെ, അതിന്റെ ഇൻപുട്ട് X(n) ഉം ഔട്ട്പുട്ട് Y(n) ഉം. ഇൻപുട്ട് X(n) ഉം ഔട്ട്പുട്ട് Y(n) ഉം. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഫിഗറിനകത്ത് ഒരു ഇൻഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആണ് നമ്മൾ കാണുന്നത്. ഒരു ഫിൽറ്ററിന്റെ ഇൻഫൈനൈറ്റ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അപ്പൊ ഇൻഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആയിട്ടുള്ള ഒരു ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടിനെ നമ്മൾ ഫൈനൈറ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോണ, ഈ ഒരു റെക്ടാംഗിൾ, ദാറ്റ് ഇസ് ഒരു എന്താ പറയാ, റെക്ടാംഗുലർ വിൻഡോ എന്ന് പറയും. സോ വിൽ കോൾ ഇറ്റ് ആസ് എ വിൻഡോ. ഈ വിൻഡോയോടെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ആ വിൻഡോയോടെ നമ്മൾ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഒരു സൈൻ വേവ് ഞാൻ എടുക്കുകയാണ്, ചുമ്മാ ഒരു സൈൻ വേവ് എടുക്കുകയാണ്. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഇങ്ങനെ 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 ഇത് കഴിഞ്ഞിട്ടും ഇങ്ങനെ പോവാണ്, അത് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സൈൻ വേവ് ഉണ്ടല്ലോ, ഫസ്റ്റ് പോസിറ്റീവ് സൈക്കിളിനെ എക്സിന് ഞാൻ വിളിക്കുകയാണ്, രണ്ടാമത്തെ പോസിറ്റീവ് സൈക്കിളിനെ വൈന്ന് ഞാൻ വിളിക്കുകയാണ്. റൈറ്റാ, ഇത് ഒരു വിൻഡോ സിഗ്നലോടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് വിൻഡോ സിഗ്നൽ. ഓക്കെ, ഈ വിൻഡോ സിഗ്നലോടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് വിൻഡോ സിഗ്നൽ. ഓക്കെ, വിൻഡോ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു റെക്ടാംഗുലർ സിഗ്നലാണ്. ഓക്കെ, ദാറ്റ് ഇസ് ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി ഒരു പർട്ടിക്കുലർ പീരീഡിൽ അവസാനിക്കും. റൈറ്റാ, അപ്പൊ എവിടെയാ അവസാനിച്ചത്? ഈ Y അവസാനിക്കുന്ന ആ സമയത്താണ് ഡബ്ല്യുവും അവസാനിക്കും. സോ അപ്പൊ ഇത് രണ്ടത്തെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എക്സ് ഡബ്ല്യുയോടെ മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ എക്സ് തന്നെ കിട്ടും, ബിക്കോസ് ഡബ്ല്യുവിന്റെ വാല്യൂ 1 ആണെന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ 1 ആണ്. സോ ഇപ്പൊ എക്സ് ഡബ്ല്യുയോടെ മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ എക്സ് തന്നെ കിട്ടും, Y ഡബ്ല്യൂടെ മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ Y തന്നെ കിട്ടും. കേട്ടോ, സോ അപ്പൊ 1 ഏതാടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണല്ലോ കിട്ടുന്നത്, അതേമാതിരി തന്നെ. സോ അപ്പൊ അങ്ങനെ ഒരു വിൻഡോയോടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പൊ ബാക്കിയുള്ളതെല്ലാം ഇതൊരു Z ആണ് വിചാരിച്ചോ, ഇവിടെ 0 ആണുള്ളത്, ഇവിടെ സിഗ്നൽ ഇല്ല. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല. അത് ഈ പറഞ്ഞ അടുത്ത ഭാഗത്തിലുള്ള ഏത് സിഗ്നലും ഇവിടെ കിട്ടത്തില്ല. അപ്പൊ ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് ശരിയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണ, ഇത് വന്നിട്ട് ഇമ്പൾസ് റെസ്പോൺസ്, റൈറ്റ്, ഇത് വന്നിട്ട് റെക്ടാംഗുലർ വിൻഡോ, രണ്ടത്തെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞ ശരിക്കുള്ള നമ്മുടെ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ FIR ഫിൽറ്റർ. ഓക്കെ, ഇത് ഡിസയേർഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദി FIR ഫിൽറ്റർ. അത് വിൻഡോയോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ FIR ആക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമുക്ക് വേണ്ട, ഇതാണ് നമ്മുടെ ഫൈനൽ
ഇമ്പൾസ് റെസ്പോൺസ്, അതാണ് ഹച്ച് ഓഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ശരിക്കും ഇത് ഈ ഒരു സിഗ്നൽ നമ്മൾ എങ്ങനെയാ നമുക്ക് മാത്തമാറ്റിക്കലി സിഗ്നൽ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു വിൻഡോ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ മൈനസ് എം എന്ന് വിളിക്കാം. ഇത് എം മൈനസ് വൺ ആണ്, ഇത് എം മൈനസ് വൺ ആണ്. സോ അപ്പൊ യു ഓഫ് എൻ മൈനസ് എം എന്ന് പറഞ്ഞ് വിളിക്കാം, കേട്ടോ. ഓക്കെ, ഇപ്പൊ കൺഫ്യൂഷൻ വേണ്ട, ഇത് എം എന്ന് തന്നെ വെക്കാം. ഓക്കെ, സോ അപ്പൊ ഇത് യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ, ഈ പറഞ്ഞ സിഗ്നലിനെ ഡബ്ല്യു ആർ ഓഫ് എൻ നമ്മൾ ഇങ്ങനെയാണ് വിളിക്കുന്നത്. യു ഓഫ് എൻ മൈനസ് നമുക്കറിയാമല്ലോ, അത് യു ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഒരു ഇങ്ങനെയായിരിക്കും. യു ഓഫ് എൻ യു ഓഫ് എൻ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയായിരിക്കും. ഈ രണ്ട് സിഗ്നൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്. സിഗ്നൽ സിസ്റ്റത്തെ പഠിച്ചിട്ടുണ്ടാവും. സോ അപ്പൊ ഈ വിൻഡോ സിഗ്നൽ നമ്മൾ വന്നിട്ട് വിളിക്കുന്നത് യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ മൈനസ്. അപ്പൊ ഇതിന്റെ ഫുറിയർ ട്രാൻസ്ഫോം എടുക്കണം. യു ഓഫ് എന്നിന്റെ ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ടാവും സിഗ്നൽ സിസ്റ്റത്തിലെ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ. യു ഓഫ് എൻ മൈനസ് എമ്മിന്റെ ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എം ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ. ഓക്കെ, യു ഓഫ് എന്നിന്റെ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ. അത് തന്നെയാണ് ഇവിടെയും വരും. ബട്ട് ഇവിടെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടല്ലോ. ഡിലേ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എം എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാം. ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എം എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സോ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ നോക്കാം. സോ അപ്പൊ ഇതില് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ രണ്ടുത്തിലെയും കോമൺ ആയിട്ടുണ്ട്. അത് കോമൺ ആയിട്ട് എടുക്കാം. ന്യൂമറേറ്ററിൽ അപ്പൊ എന്താ പറയണത്? അപ്പൊ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എന്ന് പറഞ്ഞു തരും. ഓക്കെ, രണ്ട് ടേമേയും ഞാൻ ചുരുക്കി ഒറ്റ ടേം ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് ടേമേയും ചുരുക്കി ഞാൻ ഒറ്റ ടേം ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ ന്യൂമറേറ്ററിൽ എന്താ പറയണത്? ഇവിടെ ആകെ ഉണ്ടായിരുന്നത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ. അത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ആ വരുന്നത്, കേട്ടാ. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ആവാം. അതിങ്ങനെ കിട്ടും, കേട്ടാ. അപ്പൊ അടുത്ത് നിങ്ങൾക്കൊക്കെ അറിയാം ഇ റൈസ് ടു ജെ സീറോ എന്ന് പറയുന്നത് എപ്പോഴും 1 നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇ റൈസ് ടു ജെ സീറോ ഇതൊരു ഐഡന്റിറ്റി ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ റൈസ് ടു മൈനസ് ജെ സീറോ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇ റൈസ് ടു ജെ സീറോ എന്ന് പറയുന്നത് നമ്മൾ 1 ഉണ്ട്. അത് ഇത് 1 ഓർത്ത് വെച്ചു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന 1 ഓക്കെ, അപ്പൊ ഇ റൈസ് ടു ജെ സീറോ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 ഇവിടെ ഉണ്ടല്ലോ ന്യൂമറേറ്ററിൽ. ഈ 1 ന്യൂമറേറ്ററിലും ഉണ്ട്, ഡിനോമിനേറ്ററിലും ഉണ്ട്. ഈ 1 നമ്മൾ എങ്ങനെയാ എഴുതുന്നത്? ഇ റൈസ് ടു ജെ സീറോ ആയിട്ട് എഴുതാൻ പോകുന്നത്. അത് എങ്ങനെ? ഇ റൈസ് ടു ജെ സീറോ എന്ന് നമുക്ക് നേരിട്ട് എഴുതണ്ട. അതിന് പകരം ഇവിടെ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എം എന്നാണല്ലോ ഉള്ളത്. സോ അപ്പൊ അതേമാതിരി ഇവിടെ എഴുതാം ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എം. ഓക്കെ, അപ്പൊ ഇ റൈസ് ടു ജെ ഒമേഗ എം നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സോറി, 1 വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇ റൈസ് ടു ജെ ഒമേഗ എം ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എം ബൈ 2 എന്ന് പറഞ്ഞ് എഴുതണം. അപ്പൊ ഇത് രണ്ടത്തെയും ചേർക്കുമ്പോൾ ഇ റൈസ് ടു ജെ ഒമേഗ എം ബൈ 2 മൈനസ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എം ബൈ 2 എന്ന് വരും. ദാറ്റ് വിൽ ബിക്കം ഈക്വൽ ടു 0 ആണ്. ഇപ്പൊ ഇ റൈസ് ടു 0 ആണ്. ദാറ്റ് വിൽ ബിക്കം ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ഞാൻ ഈ 1 എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇ റൈസ് ടു ജെ ഒമേഗ എം ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എം ബൈ 2. ഇത് വന്ന് നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എമ്മിനെ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എം ബൈ 2 ഇ റൈസ് ടു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ. പവറിലുള്ളതെല്ലാം ആഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എം ആണ്. ഓക്കെ, സോ അതേമാതിരിയാണ് ഡിനോമിനേറ്റർ. ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പൊ ആ 1 എങ്ങനെ എഴുതിയിരിക്കുന്നത്? അതേമാതിരി മുകളിൽ എഴുതിയ മാതിരി തന്നെയാണ്. ഇ റൈസ് ടു ജെ ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ബൈ 2 എന്ന് പറഞ്ഞ് എഴുതാം. കാരണം ഇവിടെ ജെ ഒമേഗ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ,
m ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. So e raised to minus j omega by 2 into e raised to minus j omega 2 that will become equal to e raised to minus j omega. Okay, എന്നിട്ട് ഇതിൽ രണ്ടാമത്തെ ടേം ഉണ്ടല്ലോ e raised to minus j omega m by 2 അത് കോമൺ ആയിട്ട് എടുത്തു. ഡിനോമിനേറ്ററിൽ e raised to minus j omega by 2 കോമൺ ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ e raised to minus j omega m by 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനം e raised to j omega m by 2 ഇവിടെ വന്നിട്ട് e raised to minus j omega m by 2 ആണ്. അതേമാതിരി ഡിനോമിനേറ്ററിൽ e raised to minus j omega by 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് e raised to j omega by 2 മൈനസ് e raised to minus j omega by 2 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, നമുക്കൊക്കെ ഈ ഒരു ഐഡന്റിറ്റി അറിയാം. e raised to j theta minus e raised to minus j theta ആണ് പറയുന്നത് 2j sin theta നമുക്ക് അറിയാം കേട്ടോ. സോ അപ്പൊ e raised to minus j ഇപ്പൊ ഞാൻ പുറത്തുള്ള സാധനത്ത് അങ്ങനെ തന്നെ വെച്ചേ, പുറത്തുള്ളതാണ് ഇത് താഴെ inside the bracket you are having e raised to j theta minus e raised to minus j theta that can be written as j sin 2 theta. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തീറ്റാക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്, തീറ്റാക്ക് പകരം j omega 2 ആണ്. ഓക്കെ, തീറ്റാക്ക് പകരം omega m by 2 ആണ് ഉള്ളത്, omega m by 2. സോ അപ്പൊ അതാണ് omega m by 2 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്നത്, omega m by 2. ഓക്കെ, ഇവിടെ ഒമേഗ, അതേമാതിരി ഡിനോമിനേറ്ററിൽ ഒമേഗ ബൈ 2. ഓക്കെ, സോ അപ്പൊ സൈൻ ഒമേഗ എം ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഒമേഗ ബൈ 2. 2j ക്യാൻസൽ ആയി കഴിഞ്ഞാൽ റിമൈനിങ് യു കീപ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അപ്പൊ ഇതിനകത്ത് ഡിനോമിനേറ്ററിലുള്ള ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഉണ്ടല്ലോ, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. സോ അത് വന്ന് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇ റേസ് ടു ജെ ഒമേഗ ബൈ 2 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പൊ e raised to minus j omega m by 2 into e raised to minus plus j omega by 2 മൈനസ് മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്ലസ് എന്ന് വരും. അത് രണ്ടത്തി ഒറ്റ ടേം ആക്കാം. സോ ഒറ്റ ടേം ആക്കുമ്പോൾ മൈനസ് ജെ ഒമേഗ ആണ് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ m മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ് വരും. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ വെക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു റെക്ടാങ്കുലർ വിൻഡോന്റെ ഒരു ഇക്വേഷൻ ആണ്. WR of omega, it should be represented like this, e raised to minus j omega m minus 1 divided by 2. Okay.